ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇതാ ഒരുക്കങ്ങൾ തകൃതിയാണ് കേട്ടോ. ഇനി 2 ആഴ്ച മാത്രമാണ് ബാക്കി. തലസ്ഥാനത്ത് ഒരുക്കങ്ങൾ ഇതാ പൂർത്തിയാകുന്നു. പൊങ്കാലയിടാനായി ഓരോ ഭാഗങ്ങളിലും നേരത്തെ തന്നെ പേരെഴുതി ഇടം പിടിച്ചിരിക്കുകയാണ് ആളുകൾ. എവിടെ വരെയായി ഒരുക്കങ്ങൾ എന്ന് നമുക്ക് കണ്ടുവരാം. സുനിഷ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിനീത, പൊങ്കാല മാർച്ച് 3-നാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇപ്പോൾ 23-ന് ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം നമുക്ക് കൗതുകമാകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ആര് വന്നാലും ഈ നഗരവീഥികളിലെല്ലാം ഇതുപോലെ ഈ ചുടുകല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണാം. ഇത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഇതൊരു ഭാഗത്ത്, അതായത് ഈ സ്ഥലം ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചുടുകല്ലുകളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഒരു കാഴ്ച. ഇനി കുറച്ച് അങ്ങോട്ട് വന്നാൽ നമുക്ക് മറ്റ് കാഴ്ചകൾ കാണാം. അതായത് ആളുകൾ ഈ മാർച്ച് 3-ന് പൊങ്കാല ഇടുന്നതിന് മുന്നേ തന്നെ സ്ഥലം പിടിക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം, പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരത്തിലേക്ക് എത്തുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും ഓരോ ഭാഗങ്ങളിലും ആളുകൾ ഈ ഇടം പിടിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ആ ഇടം അന്ന് പിടിക്കുന്നതല്ല, ഇങ്ങനെ 2 ആഴ്ച മുന്നേ പിടിക്കുന്നതാണ്. ഇപ്പം നമുക്ക് കാണാം, ദർശിനി, നിത്യ എന്നൊക്കെ എഴുതിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രാജ്ഭവന്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. ഈ ഭാഗത്ത് ഈ പൊങ്കാല ഇടാൻ വേണ്ടി അവർക്ക് സ്ഥലം പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. മാർച്ച് 3-ന് ഞങ്ങൾ ഇവിടെ പൊങ്കാല ഇടുമെന്നുള്ള ഒരു സൂചനയാണ്. അങ്ങനെ പല ഭാഗങ്ങളിലോട്ട് പോയാൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാൻ പറ്റും. ചിലയിടത്ത് ഇഷ്ടിക തന്നെ വെച്ചുകൊണ്ടാണ്, അതായത് ഈ ഫുട്പാത്തുകളിൽ ഇങ്ങനെ ഇഷ്ടിക വെച്ചുകൊണ്ട് ഇത് ഓരോരുത്തരുടെ സ്ഥലമാണ് എന്ന് തയ്യാറാക്കി എഴുതി വെച്ചിട്ടുണ്ട്. മറ്റ് ചിലയിടത്ത് ഈ ബാരിക്കേഡുകൾ പോലുള്ള അല്ലെങ്കിൽ ഇത്തരം സംവിധാനത്തിൻ്റെ ഇടയിലൊക്കെ തന്നെയും അവരുടെ പേരുകൾ വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കൈവരിക്ക് മേലെയൊക്കെ ചിലരുടെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണാം. തിരുവനന്തപുരത്ത് ഒരു ഭാഗത്തെ കാഴ്ച മാത്രമല്ല ഇത്, പല ഭാഗങ്ങളിലേക്ക് പോയാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ച കാണാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും പൊങ്കാലയ്ക്കായി ഈ അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ, ഇനി സംസ്ഥാനത്തിൻ്റെ തന്നെ മറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ ട്രെയിൻ സർവീസുകൾ അടക്കം കൂടുതൽ നൽകുകയും ചെയ്തിട്ടുണ്ട് റെയിൽവേ. അങ്ങനെ ഓരോ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ എത്തുമ്പോൾ അവർ എവിടെയായിരിക്കണം പൊങ്കാല ഇടേണ്ടത്, അങ്ങനെ ഇടം പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ സാധാരണ രീതിയിൽ കൂടുതൽ ആളുകളും ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പൊങ്കാല ഇടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടെയൊക്കെ നേരത്തെ തന്നെ സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുന്നേ ആണെങ്കിൽ 1 മാസം 2 മാസം മുന്നേ ഒക്കെ സ്ഥലം പിടിച്ച ആളുകളുണ്ട്. ഇങ്ങനെ ഇപ്പോൾ തലസ്ഥാന നഗരത്തിലേക്ക് നോക്കിയാൽ എല്ലായിടത്തും ഇങ്ങനെ ഓരോ പേരുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് കാണാം. അപ്പോൾ അത് പറയുകയാണ്, ഇങ്ങനെ മാർച്ച് 3-ൽ പൊങ്കാല ഇടാനായി അവർക്കുള്ള ഒരു ഇടം പിടിച്ചു വെച്ചിരിക്കുക കൂടിയാണ്. അങ്ങനെയുള്ള കാഴ്ചകളാണ് തലസ്ഥാനത്ത് ഇപ്പോൾ ഒട്ടാകെ കാണാൻ പറ്റുന്നത്. ഒപ്പം തന്നെ പൊങ്കാലയ്ക്ക് ആവശ്യമായ കലങ്ങൾ, ഈ ചുടുകല്ലുകൾ, അതെല്ലാം വാങ്ങുന്ന തിരക്കിലേക്ക് കൂടി ആളുകൾ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതി മഹോത്സവം തുടങ്ങും. മാർച്ച് 3-നാണ് പൊങ്കാല. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഓരോ വിവിധ വകുപ്പുകൾ ചേർന്ന് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മഹോത്സവത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ആരവത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതാ എല്ലാവരും പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിയുകയും ചെയ്തു. വിനീത, ശരി, സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പൊങ്കാല കലങ്ങൾ കൂടി തയ്യാറാവുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവരവർക്കുള്ള ഇടങ്ങൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭക്തിസാന്ദ്രമാകും തലസ്ഥാനം 2 ആഴ്ച കഴിഞ്ഞ്. നമുക്ക് പൊങ്കാല കാഴ്ചകൾ റിപ്പോർട്ടിൽ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.